ദീർഘവീക്ഷണത്തോടെയുള്ള പ്രവർത്തനമായിരിക്കും തൻ്റെ നേതൃത്വത്തിലുള്ള കുന്നന്താനം ഗ്രാമപഞ്ചായത്തിൽ നടത്തുകയെന്ന് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം.ജെ. വിജയൻ പറഞ്ഞു. കാടില്ലാത്ത റോഡ് പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. 2050 കുന്നന്താനം എന്തായിരിക്കണമെന്നുള്ള ദീർഘവീക്ഷണത്തോടെയുള്ള പ്രവർത്തനമായിരിക്കും തന്റെ നേതൃത്വത്തിലുള്ള പഞ്ചായത്ത് കമ്മിറ്റി നേതൃത്വം നൽകുകയെന്ന് കുന്നന്താനം ഗ്രാമപഞ്ചായത്തിന്റെ പുതിയ പ്രസിഡന്റ് എം.ജെ. വിജയൻ പറഞ്ഞു. ഗാലക്സി ചാനൽ ചീഫ് എഡിറ്റർ ജിജു വൈക്കത്തശ്ശേരിയുമായി നടത്തിയ ആഭിമുഖ്യത്തിലാണ് ഇദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. 2050 ഈ കുന്നന്താനം എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ചുകൊണ്ട് ഒരു അടിസ്ഥാന ശിലയിടുന്ന വികസന പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ ഇപ്പോൾ പ്ലാൻ ചെയ്ത് ആരംഭിക്കാൻ പോകുന്നത്. അതായത് 25 വർഷം കഴിയുമ്പോൾ ഈ നാട്ടിലെ ഇന്ന് 1 വയസ്സുള്ള കുട്ടി 25 വയസ്സായിരിക്കും. അവൻ അനുഭവിക്കുന്ന സമയത്ത് ഈ കുന്നന്താനത്തിൻ്റെ സ്ഥിതി എന്തായിരിക്കണം? അതുകൊണ്ട് ഗ്രാമപഞ്ചായത്തിൽ 1000 രൂപ ചിലവാക്കിയാലും അതൊരു 50 വർഷത്തെ അല്ലെങ്കിൽ 25 വർഷത്തെ ലക്ഷ്യം കണ്ടുകൊണ്ടാണ് മുന്നോട്ട് പോകണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിനുവേണ്ടി ഈ പഞ്ചായത്തിലെ നാനാതുറയിലുള്ള വ്യത്യസ്തമായ മേഖലയിൽ പ്രവർത്തിക്കുന്ന ടെക്നീഷ്യന്മാർ, തൊഴിലാളികൾ, സാധാരണക്കാർ, സാമൂഹിക പ്രവർത്തകർ, രാഷ്ട്രീയക്കാർ, സാമുദായിക നേതാക്കൾ എല്ലാവരെയും വിളിച്ചു കൂട്ടിക്കൊണ്ടൊരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കും. ആ മാസ്റ്റർ പ്ലാന് വേണ്ടി ഞങ്ങളുടെ തനത് ഫണ്ടും സർക്കാർ ഫണ്ടുകളും മറ്റ് ഏജൻസി നൽകുന്ന ഫണ്ടുകളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് അതിന് ഗുണം ചെയ്യുന്ന രീതിയിൽ ഒരു തുടർച്ചയായ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയാണ് ഞാൻ പ്രധാനം ഉദ്ദേശിക്കുന്നത്. ഇതിനായി ഒരു മാസ്റ്റർ പ്ലാൻ തന്നെ പഞ്ചായത്ത് കമ്മിറ്റി രൂപീകരിക്കും. തനത് ഫണ്ട് കുറവായ പഞ്ചായത്തിൽ അത് വർദ്ധിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അതുപോലെ തന്നെ ഇപ്പോൾ ഈ പഞ്ചായത്തിൻ്റെ പൊതുസ്ഥിതി തനത് ഫണ്ട് കുറവാണ്. വളരെ കുറവുള്ളൊരു പഞ്ചായത്താണ്. കെട്ടിട നികുതി അല്ലാതെ വീട്ടുകാരമല്ലാതെ മറ്റൊന്നും ഇവിടെ ഇല്ല. അത് പഞ്ചായത്തിൻ്റെ ദൈനംദിന ചെലവുകൾക്കും ഉദ്യോഗസ്ഥരുടെ ശമ്പളത്തിനും മറ്റു ചെലവുകൾക്കും വേണ്ടി മാത്രമാണ് തികയുന്നത്. കുറച്ച് പണം മാത്രമാണ് ഈ പൊതു വികസന കാര്യങ്ങൾക്കോ നിർമ്മാണ കാര്യങ്ങൾക്കോ വേണ്ടി ചിലവാക്കാൻ പറ്റുന്നുള്ളൂ. അതുകൊണ്ട് തനത് ഫണ്ട് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി, തനത് വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ. കുടുംബശ്രീകളെ വ്യവസായ യൂണിറ്റുകളായി മാറ്റും. നിലവിലുള്ള സ്റ്റേഡിയം നവീകരിക്കുകയും പുതിയ സ്റ്റേഡിയം നിർമ്മിക്കുന്നതിന് നടപടി സ്വീകരിക്കുമെന്നും അഡ്വക്കേറ്റ് എം.ജെ. വിജയൻ പറഞ്ഞു. കുടുംബശ്രീയെ ഒരു തൊഴിൽ സംരംഭക യൂണിറ്റുകളാക്കി പഞ്ചായത്തിന് കീഴിൽ പുനർക്രമീകരിക്കാനും ആ തൊഴിൽ സംരംഭങ്ങളെല്ലാം മികച്ച നല്ല ഉൽപ്പന്നങ്ങൾ, മനുഷ്യന് സമൂഹത്തിന് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ, അത് സാങ്കേതികവിദ്യയുടെ കാര്യത്തിലായാലും പാരമ്പര്യ ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിലായാലും അതെല്ലാം അതിനുവേണ്ടി കുടുംബശ്രീയെ വ്യവസായിക യൂണിറ്റുകളാക്കി മാറ്റി ഒരു മുന്നേറ്റം സ്ത്രീകളും യുവാക്കളും യുവതികളും ഇതിൻ്റെ പ്രധാന പഞ്ചായത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിൽ പങ്കാളികളാക്കുന്ന തരത്തിലുള്ളൊരു പദ്ധതികളാണ് ആസൂത്രണം. പിന്നെ കായിക രംഗത്തിന് വേണ്ടി നിലവിലെ സ്റ്റേഡിയത്തിൻ്റെ നവീകരണവും ആധുനിക നവീകരണവും പുതിയ സ്റ്റേഡിയങ്ങൾ ഉണ്ടാക്കാനും എല്ലാ മേഖലയിലും കായിക രംഗത്ത് മുന്നേറ്റം ഉണ്ടാക്കാനും വേണ്ടിയുള്ളൊരു ഉദ്ദേശം ഞങ്ങളുടെ മനസ്സിലുണ്ട്. കുന്നന്താനത്തെ വലിയ ഒരു പ്രശ്നമാണ് ഗതാഗതക്കുരുക്ക്. ഇതിനൊരു പരിഹാരം കണ്ടെത്തുവാൻ ശ്രമിക്കും. കാടില്ലാത്ത റോഡുകൾ പദ്ധതി രൂപീകരിച്ച് ഗ്രാമീണ റോഡുകളുടെ ഇരുവശവും കോൺക്രീറ്റ് ചെയ്യുമെന്നും ഇദ്ദേഹം പറഞ്ഞു. പിന്നെ കുന്നന്താനത്തെ ഗതാഗതക്കുരുക്ക് എന്തായാലും 2050 ആകുമ്പോഴത്തേക്ക് ഇതായിരിക്കത്തില്ല സ്ഥിതി. അതുകൊണ്ട് അതിനും ഒരു ശാശ്വത പരിഹാരം കാണുക. പിന്നെ ഞങ്ങൾ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള തരത്തിൽ കുറേയേറെ പദ്ധതികളുണ്ട്. അതിലൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ റോഡുകളുടെ ഒരു കണക്ടിവിറ്റി രജിസ്റ്റർ ഉണ്ടാക്കി മുഴുവൻ ഗ്രാമീണ റോഡുകളും സഞ്ചാരയോഗ്യമാക്കി മാറ്റുക. അതുപോലെ തന്നെ കാടില്ലാത്ത റോഡുകൾ, അതായത് ഗ്രാമീണ റോഡുകളുടെ എല്ലാം അരികുകൾ മാർജിൻ കോൺക്രീറ്റ് ചെയ്ത് റോഡിൻ്റെ പരമാവധി വീതി വാഹനങ്ങൾക്കും ജനങ്ങൾക്കും ഉപയോഗപ്പെടുന്ന രീതിയിൽ കാടില്ലാത്ത റോഡുകൾ കൂടി ഒരു പദ്ധതി കൂടി ഞങ്ങൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. പിന്നെ കാർഷിക രംഗത്തും മറ്റേ ക്ഷീരോത്പാദന രംഗത്തും വളർത്തുമൃഗങ്ങളുടെ കാര്യത്തിലുമൊക്കെ വ്യക്തതയോടുകൂടി പോകാൻ എന്തായാലും ഒരു പ്ലാനാണ്, ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കും. ആ മാസ്റ്റർ പ്ലാൻ്റെ അടിസ്ഥാനത്തിൽ ഗ്രാമപഞ്ചായത്തിനെ ഉപയോഗിച്ചൊരു കാലത്തെ ലക്ഷ്യം വികസനം ഞങ്ങളെ കൊണ്ടാവുന്ന രീതിയിൽ പൂർത്തീകരിക്കുന്നതിൻ്റെ ശ്രമമാണ്